Hello everyone, welcome to I Plus Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതായത് നമ്മുടെ തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയുണ്ട്, അതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമ്മുടെ സർവീസ് ടെസ്റ്റിന്റെ ആയാലും അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള HSST ഇംഗ്ലീഷിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തോട്ട് ഫോക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. അപ്പൊ തോട്ട് ഫോക്സ് എന്ന് പറയുന്നത് ഒരു കവിതയാണ് കേട്ടോ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കവിതയാണ്. എഴുതിയത് നമ്മുടെ ടെഡ് ഹഗ്സ് ആണ് കേട്ടോ. ടെഡ് ഹഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ആനിമൽ ഇമേജറി യൂസ് ചെയ്ത് കവിത എഴുതുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ സിൽവിയ പ്ലാത്തിലെ ഡാഡി എന്ന കവിതയൊക്കെ എഴുതിയിട്ടുള്ള കൺഫെഷണൽ പോയിന്റ് ആയിട്ടുള്ള സിൽവിയ പ്ലാത്തിനെ മാരി ചെയ്തത് ടെഡ് ഹഗ്സ് ആണ്. ഓക്കെ, സിൽവിയ പ്ലാത്തും ടെഡ് ഹഗ്സും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. ഓക്കെ, സോ ആ ഒരു പോയിന്റും നമുക്ക് ഇവിടെ കിട്ടും. Thought Fox by TEDx is a poem about the creative process using the metaphor of a fox entering a dark forest to symbolize the emergence of poetic inspiration. Okay, അതായത് നമ്മുടെ റൈറ്റർ ഇവിടെ എന്താണ്, തോട്ട് ഫോക്സിലെ റൈറ്റർ തന്നെ ടെഡക്സ് തന്നെ ആവാം ആ ഒരു റൈറ്റർ, ഇമാജിനറി റൈറ്ററിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റൈറ്റർ കുറേ നേരമായിട്ട് കവിത എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, പക്ഷെ അതിനുള്ള ഒരു ക്രിയേറ്റിവിറ്റിയും അതിനുള്ള ഒരു പവറും ഒന്നും അദ്ദേഹത്തിന് അപ്പൊ കിട്ടുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോയിന്റ് റിവീൽ ചെയ്യാണ്, ഞാനിപ്പോ ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെ, ഒരു ഡാർക്ക് ഫോറസ്റ്റ് ആണ് എന്റെ മുന്നിലുള്ളത്. ഓക്കെ, എ ഫോക്സ് ഹാസ് ടു കം ദെയർ, ഒരു ഫോക്സ് അവിടേക്ക് വരണം, എങ്കിൽ മാത്രമേ ക്രിയേറ്റിവിറ്റി അവിടേക്ക് എത്തത്തുള്ളൂ. ആൻഡ് ദെൻ ഓൺലി ഐ ക്യാൻ സ്റ്റാർട്ട് മൈ റൈറ്റിംഗ്. അതാണ് ഞാൻ പറഞ്ഞത്, ടെഡക്സ് കവിത എഴുതി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ആനിമൽ ഇമേജറി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇവിടെ നമുക്ക് ആനിമൽ ആയിട്ടുള്ളത് ഫോക്സ് ആണ്. ഓക്കെ, സോ ഫോക്സ് ഈസ് ദ പോയറ്റിക് ഇൻസ്പിറേഷൻ ഓവർ ഹിയർ. Key points include the poet's solitary struggle with a blank page, the gradual appearance of the fox as an idea, the sensory details that represent the birth of words, and the final sudden sting of inspiration that results in a completed poem. അല്ലേ, അപ്പൊ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ബർത്ത് ഓഫ് വേർഡ്സ് ഉണ്ട്, ഫൈനൽ സഡൻ സ്റ്റിംഗ് ഓഫ് ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ, അതുവരെ വളരെ ബ്ലാങ്ക് ആയിട്ടിരുന്ന എൻഡിലേക്ക് ഈ ഡാർക്ക് ഫോറസ്റ്റിലേക്ക് ഒരു ഫോക്സ് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് പോലെ ആ സമയത്ത് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. അല്ലെ, ഉറപ്പായിട്ട് ഒരു ആനിമൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് വൈബ്രേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചേഞ്ചസ് ഉണ്ടാവും, ആ ഒരു ഫുൾ ടോൺ അല്ലെങ്കിൽ മോഡ് ചേഞ്ച് ചെയ്യപ്പെടും. അല്ലെ, സോ ഇവിടെയും അതുപോലെ തന്നെയാണ്, വളരെ ബ്ലാങ്ക് ആയിട്ടിരുന്ന എൻഡിലേക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു ന്യൂ ഐഡിയ വരുന്നു. ദ പോം ഓൾസോ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് പേഷ്യൻസ്, കോൺസെൻട്രേഷൻ ആൻഡ് ദ സബ്കോൺഷ്യസ് ഇൻ ക്രിയേറ്റിവിറ്റി, സിംബലൈസ്ഡ് ബൈ ദ ടിക്കിംഗ് ക്ലോക്ക് ആൻഡ് ദ ഡാർക്ക് സ്റ്റാർലെസ് നൈറ്റ്. ഓക്കെ, അപ്പം ടിക്കിംഗ് ക്ലോക്കും സ്റ്റാർലെസ് നൈറ്റും ഒക്കെ ആയിരുന്നു ഇതുവരെ എന്റെ മുന്നിലുള്ളത്. അല്ലെ, ഞാൻ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയായിരുന്നു, കാരണം എനിക്ക് ഒരു സോർട്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയും കിട്ടുന്നില്ലല്ലോ എന്ന്. ബട്ട് നൗ ഐ എം ഹാപ്പി, ദിസ് ഫോക്സ് comes. Yeah. Symbolism of the fox. The fox represents the elusive nature of inspiration and creativity. It emerges from the dark forest, the poet's mind. Okay, poet's mind ആണ് ഇവിടെ dark forest, and leaves tracks. ഇവിടെ tracks എന്ന് പറയുന്നത് written words ആണ് that make the poem tangible. ഇല്ല, അപ്പൊ ഈ ഫോക്സ് കടന്നു പോകുന്നിടത്തെല്ലാം വാക്കുകൾ വിതറിയാണ് പോകുന്നത്, വാക്കുകൾ സ്കാറ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇല്ലേ, അത്രയും ക്രിയേറ്റിവിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സിംബലിസം ഓഫ് ഫോക്സ് എന്ന് പറയുന്നത് ഫോക്സ് ആണ് ഇവിടെ സോർട്ട് ഓഫ് ഇൻസ്പിറേഷൻ. The creative process. The poem is a step-by-step account of the writing poetry from the initial state of writer's block, the blank page, the starless night, to the final moment of epiphany. അല്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് താൻ സഫിഷ്യന്റ് ആയിട്ട് മാറുകയാണ്, കവിതയുടെ കാര്യത്തിൽ സഫിഷ്യന്റ് ആയിട്ട് ഫൈനലി നമ്മുടെ റൈറ്റർ മാറുകയാണ്. The poet's role. The poet must patiently wait as if in a hunter's stillness for inspiration to arrive. ഇല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. ഏത് കവിതയിലാണ് ഹണ്ടറിന്റെ സ്റ്റിൽനെസ് പോലെ, ഒരു ഹണ്ടർ തന്റെ പ്രേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ വളരെ തീവ്രമായി, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കൂ, അങ്ങനെയാണെങ്കിൽ നീ വിജയിക്കും എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ പോയിന്റിന് ലഭിക്കുകയാണ്. അല്ലെ, the poem emphasizes that creativity requires a combination of conscious effort and subconscious stirring. ഇല്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല ക്രിയേറ്റിവിറ്റി. It will take time. Okay, അപ്പൊ സ്റ്റിൽനെസ് ഓഫ് ദ ഹണ്ടർ എന്നുള്ള റെപ്രസെന്റേഷൻ വരുന്നത് തോട്ട് ഫോക്സിലാണ്. ആരെയാണ് സ്റ്റിൽനെസ് ഓഫ് ദ ഹണ്ടറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്? റൈറ്ററിനെയാണ് കേട്ടോ. അപ്പൊ സിംബലിസം ഓഫ് ദ സെറ്റിംഗ്, ഡാർക്ക് ഫോറസ്റ്റ് ആണ്, റെപ്രസെന്റ്സ് ദ അൺകോൺഷ്യസ് ഓഫ് ദ മൈൻഡ് ബിഫോർ എ തോട്ട് ടേക്സ് പ്ലേസ്. അല്ലെ, തോട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു ഡാർക്ക്നെസ്,
ticking clock എന്ന് പറഞ്ഞാൽ symbolize the passage of time and the solitary nature of the creative act or the pressure to create. അല്ലേ, solitary nature of creative act നെ കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ടിക്കിംഗ് ക്ലോക്കിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സമയം കടന്നു പോകുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി വരുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജിലായിരുന്നു നമ്മുടെ റൈറ്റർ. ആൻഡ് ദ ബ്ലാങ്ക് പേജ്, ഓക്കെ, ബ്ലാങ്ക് പേജ് റെപ്രസെന്റ്സ് ദ ഇനിഷ്യൽ എംപ്റ്റിനെസ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ പോം. അപ്പൊ കുറെ സിംബലിസം ഉണ്ട്. ഡാർക്ക് ഫോറസ്റ്റ്, ടിക്കിംഗ് ക്ലോക്ക്, ബ്ലാങ്ക് പേജ് അല്ലെ. ബ്ലാങ്ക് പേജ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ക്രിയേറ്റിവിറ്റി, റൈറ്ററിന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് പേജ് പോലെയായിരുന്നു. അപ്പൊ ഈ ഒരു സിംബലിസംസ് എല്ലാം ഏതിലൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് കൾമിനേഷൻ ഓഫ് ദ പോം ആണ്. The poem's climax occurs when the fox enters the dark hole of the head with a sudden sharp hot sting, which represents the moment of sudden insight and the completion of the poem shown by the page is printed. അല്ലേ, അപ്പൊ എപ്പോഴാണ് കംപ്ലീഷൻ ഓഫ് ദ പോം നടക്കുന്നത്? വൺസ് ദ പോം ഈസ് പ്രിന്റഡ്, അവിടെയാണ് കംപ്ലീഷൻ നടക്കുന്നത്. വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് ആ കവിത മാറും അല്ലെ. ആ പ്രിന്റഡ് ബുക്ക് നമുക്ക് റീഡേഴ്സിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നത് അല്ലെ. റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ വേരിയസ് സ്റ്റേജുകളിലൂടെ അതിന് മുൻപ് ഈ റൈറ്റർ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജുകളൊക്കെയാണ് കൃത്യമായിട്ട് തോട്ട് ഫോക്സിലൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടെഡക്സിന്റെ കവിതയാണ് തോട്ട് ഫോക്സ്. അതുപോലെ തന്നെ ടെഡക്സ് ഒരുപാട് നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സിൽവിയ പ്ലാത്തിന്റെ ഹസ്ബൻഡ് ആണ് ടെഡക്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് റൈറ്ററിനെ കുറിച്ചും റൈറ്ററിന്റെ കവിതയെ കുറിച്ചും പറയാനുള്ളത്. വളരെയധികം എന്താണ് എറ്റേണൽ ആയിട്ടുള്ള ഒരു പോമായിട്ടൊക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. യു ടു വിൽ ബി വെരി ഹാപ്പി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പോം. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു ഓൾ ഓഫ് യു.